വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് സതിജ. ഇന്ന് നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. ഒന്ന് വീഡിയോ കുറച്ച് വൈകിയെന്നറിയാം. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിന്ന് പോകുന്നത് സൂവിലും ബേർഡ്സ് പാരഡൈസിലുമാണ് കേട്ടോ. ബേർഡ്സ് പാരഡൈസിലാണ് ഞങ്ങൾ ഫസ്റ്റിലെ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സൂവിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അവർ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നത് മറ്റേ പെൻഗ്വിൻസൊക്കെ ഉള്ള ഏരിയയിലേക്കാണ്. നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആക്ച്വലി പെൻഗ്വിന് ലിവ് ചെയ്യാനുള്ള അതേ കാലാവസ്ഥ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്ത് കണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവികൾക്ക് അവിടുത്തെ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ അവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമായിരുന്നു. ആ സമയത്ത് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ആ കുട്ടികളുടെ മുന്നിലായിരുന്നു ഇതിൻ്റെ കളികൾ. നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ പെൻഗ്വിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഓരോ സ്ഥലങ്ങളുടെ വെച്ചിട്ടാണ് അവിടുത്തെ ഉള്ള ബേർഡ്സിനെ ആനിമൽസിനെ അവരവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ കയറിയത് തന്നെ ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള പക്ഷികളിലൊക്കെയാണ് കേട്ടോ. Might be wondering whether they can actually talk. So the short answer to that. That is jar, right? Night jar. Is it a night jar? Yes, that's right, correct. That is actually a camouflage. Okay. So to prevent him from getting hungry, so we just feed him in the morning and then just let him rest throughout the whole day. സാധാരണ നമ്മൾ സൂവിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഗ്രില്ലടിച്ച് അതിൻ്റെ അകത്തൊരു കൂട്ടിലൊക്കെ ആയിരിക്കില്ലേ കിളികളൊക്കെ ഇട്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇത് മൊത്തത്തിൽ ഇതിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ കിളികൾ ഉണ്ട്. നമ്മുടെ ജസ്റ്റ് അടുത്തുകൂടിയൊക്കെ ഇതിങ്ങനെ പറന്ന് പോവുകയൊക്കെ ചെയ്യും. അതിന് അങ്ങനെ പേടിയൊന്നും ഇല്ല. കാര്യം എനിക്കൊന്നും ആരും അങ്ങനെ ഉപദ്രവിക്കാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അത് നല്ലൊരു പാത്വേ, വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു പാത്വേ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എൻ്റെ സൈഡിൽ കൂടി നടന്നു പോകും. നമുക്കിതെല്ലാം കണ്ടുകൊണ്ട് പോകാം. വളരെ ഭംഗിയായിട്ടും വളരെ വെൽ മെയിൻറ്റെയിൻഡുമായിട്ട് തന്നെയാണ് കേട്ടോ ഈ സൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് ഓഫ് ബേർഡ്സൊക്കെ ഉണ്ട്. ഇത് ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം താറാവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മെമ്മു അത് കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ പോലെ അത് കാണിക്കാമേ. ഇനി റെക്കറനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മീൻസ് ചിലടത്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ചില വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണ കാണാം. നമ്മളിപ്പോൾ നടന്നു പോണ ഒരു ഹാൻഡ് റെയിലാണ് കേട്ടോ അതിൽ വന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ആ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ച കളറ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പേടി തോന്നിപ്പോയി. നല്ല ഡാർക്ക് കളറിലെ റെഡ് കളറിലെ കണ്ണ് കേട്ടോ. നമ്മുടെ 6-ാം തമ്പുരാനിലെ അപ്പം തമ്പുരാനെ ഓർമ്മ വന്നത്. കണ്ണുകളിൽ എന്തോ തീഷ്ണതയോടെ കത്തുന്നല്ലോ എന്ന്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബേർഡ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു കൈതയാണ്. കൈതയെന്ന് പറയും. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ അതിൽ മുള്ളുണ്ടാവാറുണ്ട്. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് അങ്ങനെ മുള്ളില്ല. പക്ഷേ കുറച്ച് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുള്ള് കാണുന്നുണ്ട്. അത് എന്താ എനിക്കറിയില്ല. അത് കൈതയെന്ന് പറഞ്ഞ സാധനം തന്നെയാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കൈതയെന്ന് അതിന് പറയണേ. അതിൽ 4-3 വരിയിൽ നിറച്ച് 2 വരിയിലേക്ക് ഇങ്ങോട്ടും തിരിച്ചും ആയിട്ട് അതിൻ്റെ മുള്ളുണ്ടാവാറുണ്ട്. അവിടെ ഇവിടെയായിട്ട് ഇവർ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കിളികൾ മുട്ടയിട്ട് അങ്ങനെ കൂടായിട്ടും ഇരിക്കുന്നുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. വളരെ അതുങ്ങൾ നല്ല സമാധാനപരമായിട്ട് അവിടെ കൂടൊക്കെ വെച്ചിരിപ്പുണ്ട്. ഇത് അങ്ങനെ കുറച്ച് കിളിക്കൂടുമൊക്കെ കണ്ടു.
ഇല്ലാതെ ഇവരുടെ പ്രൈവസി മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റാൻഡമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ അവിടെ വന്നിരുന്ന് വെള്ളം കുടിക്കണം, ചെറിയായിട്ട് നല്ല ഭക്ഷണമൊക്കെ അവിടെ വെച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ അവർ കഴിക്കണതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതിന് ബാക്ക്ഗ്രൗണ്ട് അത് വരുമല്ലേ, അല്ല ഞങ്ങൾക്ക് ഇത് ആക്ച്വലി ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു പീജിയനാണ്. അതിൻ്റെ ഇങ്ങനെ നെഞ്ചിൻ്റെ പോർഷനിൽ റെഡ് കളറിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ബ്ലീഡിങ് ഹാർട്ട് എന്നാണ് അതിന് പറയണത്. അത് ഞാൻ ആക്ച്വലി ഇതിൽ കണ്ടിട്ടുണ്ട്, പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനെ നേരിട്ട് കാണുന്നത് കേട്ടോ. വീഡിയോയിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് അത് നേരിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് തന്നെ അങ്ങനെ ആ ഒരു എന്താ പറയുക, കറക്റ്റ് അവിടെ തന്നെ എന്തോ കൊണ്ടതുപോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി കൊണ്ടിട്ട് ബ്ലഡ് വരുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഇതിനിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിനടുത്ത് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കിളികളുടെ പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പം ഈ കിളിയുടെ സൗണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ നമുക്ക് കേൾക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ആ കിളിയുടെ സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാം. ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി ഇങ്ങനെ ഓരോ കിളികളുടെയും എങ്ങനെയാണ് സൗണ്ട് എന്ന്. ഇതൊക്കെ വളരെ നമ്മുടെ അടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഞങ്ങൾ ആ നടന്നു പോണ അതേ പാത്തിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു സ്കെയറിയൊന്നുമല്ല, നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് അതിരിക്കണത്. ആരും അതിനെ ഉപദ്രവിക്കാത്തതുകൊണ്ടായിരിക്കും. കുറച്ചധികം ഇങ്ങനെ കൂട് കണ്ടു കേട്ടോ. പല ടൈപ്പിലെ കിളികളുടെ കൂട് അവിടെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഒരു ആമയെ ഞങ്ങളിങ്ങനെ നോക്കിയായിരുന്നു, കണ്ടില്ലല്ലോ ഒന്ന്. പക്ഷേ ആമയുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ ഉണ്ടാകുന്ന ആമയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആമയുടെ കുറച്ച് വെറൈറ്റീസ് കണ്ടു. പക്ഷേ ആമയുടെ വലിയ വെറൈറ്റീസ് നമ്മൾ സൂവിൽ പോയപ്പോൾ കണ്ടിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇത് അവിടെ നമ്മൾ ഇന്നിപ്പോൾ അതിന് കൂട് വയ്ക്കാൻ വേണ്ടി അവിടെ സെറ്റ് റെഡിയാക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ ഓരോരോ പോർഷനുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ഓറഞ്ച് കളറിലെ കിളീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ അവർ ഫീൽഡ് ട്രിപ്പിന് എന്തോ വന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ ആ ഒരു സൈഡിലേക്ക് കൊടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ എനിക്കൊരു എന്ന് വെച്ചാൽ ഒരു ഡക്കിൻ്റെയൊക്കെ ഇതിൽ പെട്ടാന്ന് തോന്നുന്നു. കൊക്കിനെ പോലെ കിട്ടുമ്പോൾ, പക്ഷേ ഡക്കും ഒക്കെ അതിൻ്റെ അത് പല ടൈപ്പിലെ ഡക്കിനെയൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ കൊക്കുകളെയും ഒരു നല്ല കളറും ഉണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറ്, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടാണ് കേട്ടോ, ഈ പോണ്ടും വെള്ളച്ചാട്ടവും ഒക്കെ. ഇനി കിളികളൊന്നും പറന്നു പോയിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മേലിൽ നല്ലപോലെ നെറ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടമൊക്കെ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ആ നെറ്റ് എവിടെ ഉള്ളത് കാരണം നിങ്ങൾ പോകത്തില്ല. ഒരുവിധം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും അവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീറ്റാണ്, വേറെ ടെറിഡോഫൈറ്റ്. അതെ, ടെറിഡോഫൈറ്റ്സിൽ വരുന്നതാണ് ഫോൺസ്. ടെറിഡോഫൈറ്റ്സ് ആണ് ഫസ്റ്റ് വാസ്കുലർ സിസ്റ്റം ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് ബ്രയോ എന്നാണ്. ഇവർ ടെറിഡോഫൈറ്റ്സിന് ബാക്കിൽ സ്പൊറാഞ്ചിയോഫോർ എന്നൊരു സാധനമുണ്ട്, അതാണ് ബാക്കിലുള്ളത്. സ്പൊറാഞ്ചിയം കറക്റ്റ് പേരല്ല, പക്ഷെ അവിടെയാണ് സ്പോർസ് വരുന്നത്. ഫർദർ റീപ്രൊഡക്ഷൻ. ആ വെള്ളച്ചാട്ടമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അത് പല ടൈപ്പിലുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അതേപോലെ ഓറഞ്ച് കളറിലെ കുറച്ചധികം കണ്ടു കേട്ടോ നമ്മൾ. അതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ അതെനിക്ക് തോന്നുന്നു ഡക്കിൻ്റെ സ്പീഷീസിൽ പെട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ.
അതേപോലെയായിട്ട് തോന്നണം. ഇതിൽ വാട്ടറിലാണ് അത് താമസിക്കുന്നത്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണം കേട്ടോ. ഇത് നമ്മളവിടെ ചെന്നപ്പോൾ ഇതേപോലെ ഒരു ആക്ടിവിറ്റി റൂമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പല കളറിൽ ആ തൂവലിൻ്റെ കളർ ആക്ച്വലി പല കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും, ഓരോന്ന് പ്രസ് ചെയ്യുന്നതനുസരിച്ച്. ഇത് അവിടുത്തെ ഒരു 2 ആക്ടിവിറ്റി ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വിങ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, പിന്നെ രാത്രിയിലുള്ളതും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് അവർ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ബേർഡ്സിനെയൊക്കെ കൊണ്ട് ഉള്ള ചില അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ നമ്മളെ കാണിക്കുന്നതാണ്, പല ടൈപ്പിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇരുന്ന് നമുക്ക് കാണാവുന്നതാണ്, അതിന് പേബിളാണത്. അപ്പം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പല ടൈപ്പിലുള്ള അവരത് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് മക്കാവുവിനെ ഇതിനിടയ്ക്ക് കാണിച്ചിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ അടുത്തുകൂടി പറന്നു പോയപ്പോൾ ഇതിൻ്റെ ഒരു തൂവലിങ്ങനെ വന്ന് വീണായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പല കളറിൽ ഒരു തൂവലിൽ തന്നെ പല കളറ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നമുക്ക് അവിടെ നിന്ന് ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അതിന് ഇതിനെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഹലോ ഒക്കെ പറയിപ്പിക്കുന്നുണ്ട് അവർ ചില ഇതുകൊണ്ട്. വേറെ അല്ലാതെയൊക്കെ കുറച്ച് ഇതുകളുണ്ടായിരുന്നു, ചെറിയ ഷോ ആയിരുന്നു, അത് നല്ലതായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. ആക്ച്വലി ഒരു ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ അടുത്തിരിക്കുന്നത് അവിടെ സ്ക്രീനിൽ നമുക്ക് കാണുകയും ചെയ്യാം. ആക്ച്വലി അവിടുത്തെ 2 കിളികളുടെ പേര് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ക്വൻസിയും അമീഗോയും. അപ്പോൾ ഇതിനെ കൊണ്ട് ഇങ്ങനെ പേരൊക്കെ ഇവർ പറയിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ തത്തമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന പോലെ തന്നെ ഇവർ വർത്താനമൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ അതായത് ജസ്റ്റ് ചെറിയ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. Celebrating your birthdays right here at the Bird Paradise. And Lynn, I must say, that was pretty amazing, right? Yes, that's right. But hold on, everyone. We see here is 1 in 10,000. Amigo, 1 in a million. What you usually get when you buy yourself a pet parrot could be a bird, just like. Hello. So everyone, please. But what's next? But that was a little bit too fast. Can you do it one more time? One more time? Okay. All right, Amrita. Whenever you are ready. And Amrita, come here, give applause and say thank Amrita and applause. Thank you very much. So as you guys see the stage, please do not run, and please do watch your steps as well, okay? Thank you very much, and over to you as well. Alright, now let's talk more about hornbills. So you know that hornbills can be found in Africa and Asia. Now take a look at Olivia's head. Now that distinctive feature over her head is called a clasp. Now clasp can range from medium to small to even big and brightly colored. Oh, that's interesting, but hey, female hornbills are എല്ലാ ബേർഡ്സും കൂടി ഇങ്ങനെ മരണം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ.
would like to bring home plush toys, okay? Please approach our retail staff. It's only going for 12 Singapore. ഏഷ്യ. ഇതിപ്പോൾ നാട്ടിലെ തെങ്ങൊക്കെ ഉണ്ട്. ഇത് ഏഷ്യയാണ്. ഇത് ആക്ച്വലി കൃഷിസ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ്. വെള്ളം ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും, പിന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കിളികളൊക്കെ പോവുകയും ചെയ്യും. വാവ്, എന്ത് ഭംഗിയാന്ന്. നല്ല റെഡ് കളർ അല്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലെ തെങ്ങും കവുങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബാരിയിലെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പല ടൈപ്പിലുള്ള നെസ്റ്റ് കാണാനാണ്. ഓരോ കുരുവികൾ അല്ലെങ്കിൽ ഓരോ കിളികളൊക്കെ എങ്ങനെയാണ് കൂട് വയ്ക്കുന്നത്, പല ടൈപ്പിലുള്ള അവിടെ അതിൻ്റെ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പിലും നമുക്ക് തന്നെ തോന്നും ഇതെന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ കൂട് ഒരുക്കിയിരിക്കണതെന്ന്. പല ടൈപ്പിലുള്ള ഫോട്ടോസും ചിലതിൻ്റെയൊക്കെ അത് തന്നെ റെപ്ലിക്ക ആയിട്ടും അവിടെ അത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണത് ചെയ്യണതെന്ന് കേട്ടോ. പല ടൈപ്പിലുള്ള കിളിക്കൂടുകളാട്ടോ. വാവ്, നല്ല കളറുണ്ട്. അതിൻ്റെ ചുണ്ടും നമ്മുടെ മയിലിൻ്റെയൊക്കെ കളറുള്ള നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ അലമ്പാക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച സാധനം കടിച്ച് കളയണം. നോക്കി, തെളിവായി മോനെ. ഇവിടെ ഇത്ര ഭംഗിയായിട്ടും ക്ലീനായിട്ടും ഇത് എങ്ങനെ കിടക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. റെക്കറൻ്റായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ബേർഡ്സ് പാരഡൈസ് കഴിഞ്ഞിട്ടാണ് സൂവിലേക്ക് കയറിയത് കേട്ടോ. സൂവിലേക്ക് കയറിയപ്പോൾ തന്നെ മഴയുടെ ജസ്റ്റ് ഉണ്ട്. അവിടെ നിൽപ്പിലാണ് കേട്ടോ മഴ പെയ്യുന്നത്. അപ്പം സിംഗപ്പൂർ പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒന്നെങ്കിൽ ഒരു കുട എപ്പോഴും കരുതിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു $1 അല്ലെങ്കിൽ $2 ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ആൻഡ് ത്രോ പോലത്തെ നമ്മുടെ ഇതും കിട്ടും, റെയിൻ കോട്ടും കിട്ടും. അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഒരു തവണയൊക്കെ കഷ്ടി ഉപയോഗിക്കാം എന്നുള്ള ടൈപ്പാണ്. ഇച്ചിരി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ 1-2 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പുള്ളിക്ക് പകരം വരാം അല്ലേ? അടിപൊളി. നൈല എവിടെ? സൂവിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് നോക്കിയിട്ട് കയറേണ്ടതായിരുന്നു. ബിക്കോസ് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സൂവിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ബസ് സർവീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ബസ്സിൽ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നതാണ് വിചാരിച്ചത്.
ആക്ച്വലി അങ്ങനെയല്ല, ഈ ബസ് ഓരോ സ്റ്റോപ്പുണ്ട്, ആ സ്റ്റോപ്പിൽ നമ്മൾ ഇറക്കും. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ആ ചുറ്റുപാടുമായിട്ടുള്ള ഒന്ന് കറങ്ങി എല്ലാം കണ്ടിട്ട് തിരിച്ച് അവിടെ വന്നിട്ട് ആ ബസ്സിൽ തന്നെ കയറി അടുത്ത സ്റ്റോപ്പിൽ അവരെടുത്തുന്നു. അങ്ങനെയായിരുന്നു ആ ബസ് സർവീസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അബദ്ധത്തിൽ ഇതിൽ മാത്രമേ ഇരുന്ന് കാണുള്ളൂ എന്ന് കരുതിക്കൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് എത്തി. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും കാണാനൊന്നും പറ്റണില്ല. ജസ്റ്റ് ആ റോഡിൻ്റെ സൈഡിലുള്ള ആനിമൽസിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പോയി. അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരുന്നു, അടുത്ത സ്റ്റോപ്പ് കയറുന്നു, അങ്ങനെ പോയി. അപ്പോൾ കുറച്ച് സമയം നമ്മുടെ വേസ്റ്റ് ആയിപ്പോയി. ഇനി ആരെങ്കിലും പോകാൻ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റിൽ ആ ഒരു ബസ്സിൽ കയറുക. അവിടുത്തെ ഒരു ഷട്ടിൽ സർവീസ് പോലെയാണ് കേട്ടോ. ആ സർവീസിൽ കയറിയ ശേഷം അടുത്ത സ്റ്റോപ്പിലിറങ്ങി ഒരു കറങ്ങി അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും കയറണേ. അങ്ങനെ വേണം അത് ചെയ്യാൻ. ഈ പുള്ളിക്കാരിനെ നമ്മൾ ബേർഡ്സ് പാരഡൈസിലും കണ്ടതാണ് കേട്ടോ. ഇതിപ്പോൾ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. ഇതൊക്കെ ഒന്നും പേടിയില്ല കേട്ടോ. അതൊരു രസമാണ് നമ്മളിങ്ങനെ. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൂവിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മളൊരു കൂട്ടിലിട്ട് അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ മൈസൂർ സൂവിലൊക്കെ പോകുമ്പോൾ മിക്കവാറും കാണുന്നത് വെച്ചാൽ ദൂരെയായിരിക്കും, നമ്മൾക്ക് നടക്കാനായിരിക്കും കൂടുതൽ സ്ഥലം. എന്നിട്ട് ചുറ്റും ഇത് നമ്മൾക്ക് കാണാനുള്ള രീതിയിലും കുറേ കൂടിയൊക്കെ എന്താ പറയുക, നമ്മൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയായിരിക്കും. ഇതങ്ങനെയല്ല. സത്യത്തിൽ നമ്മളൊരു കാടിൻ്റെ അകത്ത് പെട്ട പോലത്തെ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളതിൻ്റെ അടുത്തുകൂടിയാണ് പോണത്. ഇത് നമ്മുടെ മെഡഗാസ്കറിൽ കണ്ടിട്ടുള്ള കുട്ടികളുടെ സിനിമയാണ്. മെഡഗാസ്കർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിലുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഇത് ഉപദ്രവിക്കുമോയെന്ന്. പക്ഷെ ആൾ ശാന്തപ്പനായിരുന്നു, അനങ്ങാണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അടുത്തുകൂടിയാണ് ഇങ്ങനെ പോണത്. അപ്പം ഇത് ഉപദ്രവിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതേപോലെ പല മൃഗങ്ങളും, മങ്കിയുടെയൊക്കെ പല ടൈപ്പ് ഓഫ് മങ്കീസൊക്കെ ഇതൊക്കെ അടുത്തിരിപ്പുണ്ട്. നമ്മളതിൻ്റെ ജസ്റ്റ് താഴെക്കൂടി അങ്ങോട്ട് പോവുമായിരുന്നു. പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ചില മൃഗങ്ങളൊക്കെ അങ്ങനെയല്ല കേട്ടോ. അതിനൊക്കെ കൂട്ടിൽ തന്നെയാണ് ദൂരെ ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ റിയോ 2 കണ്ടവർക്ക് അറിയാൻ പറ്റും. റിയോ 2 അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പോയിസൺ ഒഴിച്ചിങ്ങനെ കൊടുക്കണ ഒരു ഫ്രോഗുണ്ട് കേട്ടോ. എക്സാക്റ്റ് ആ ഫ്രോഗാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ഇതേ സെയിം കളർ തന്നെയായിരുന്നു. ഇത് ഭയങ്കര പോയിസണാണെന്നാണ് കേട്ടോ പറയുന്നത്. പോയിസൺ ഫ്രോഗാണത്. അപ്പം ആ കളറും അതുപോലെ നല്ല നീല കളറിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ആൾ ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര വിഷമെന്നാണ് പറയണത്. അല്ല, കളറൊക്കെ അടിപൊളി. അതേപോലെ തന്നെ ബ്ലാക്കും യെല്ലോയും കൂടിയുള്ള ഒരെണ്ണമുണ്ട്, അതും പോയിസൺ തന്നെയാണ്. പക്ഷേ അതും അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് പറ്റിയൊരു ആവാസമൊക്കെ ശരിയാക്കിയിട്ടാണ് അവരതിൻ്റെ അകത്ത് ജീവിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഈ മങ്കീസൊക്കെ ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ കൂടുപോലെ സെറ്റ് ചെയ്താൽ കേട്ടോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എങ്ങനെ അഗ്രസീവ് ആവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന് കളിക്കാനുള്ള സ്ഥലം കുറച്ച് നമ്മൾക്ക് ഒരു സൈഡിൽ കൂടിയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഇതേപോലെ കുറേ ആമകളും കൊക്കടയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിനടിയും കാണാൻ പറ്റും, അതിൻ്റെ മേളും കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ പോർഷൻ ചില്ല് പോലെ ഇട്ടിട്ട് ഒരു അക്വേറിയം പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ജയൻ്റ് അക്വേറിയം. എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തത് കേട്ടോ. അതുണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ കണ്ടത് നക്ഷത്ര ആമകളെന്ന് പറയും. ഇത് ഇഷ്ടംപോലെ ആമകൾ കണ്ടു കേട്ടോ. ആദ്യം നമ്മൾ ബേർഡ്സ് പാരഡൈസിൽ ഒരെണ്ണത്തിനായിരുന്നു 2 കണ്ടത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പല ടൈപ്പ്, അതും നല്ല സൈസിൽ കേട്ടോ. ഇത്രയും വലിയ ആമയെ ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര വലിയ സൈസിൽ. ഇതുപോലെ നമ്മുടെ ഐസ് ഏജിൽ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ജയൻ്റ് ആമേനെയൊക്കെ ഐസ് ഏജ് 3 തോന്നുന്നു കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ആമയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് നല്ല അടിപൊളി സൈസിൽ. ഡ്രാഗൺ ആള് തീരു പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ട്.
ഇവിടെ നല്ല മഴ പെയ്തേ. ഇഗ്വാന, റൈനോസറസ് ഇഗ്വാന, കറക്റ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ടർട്ടിൽ കുറേ കണ്ടു കേട്ടോ. ഇതൊരു ആഫ്രിക്കൻ ടോട്ടോയ്സ് ആണ്. പിന്നെ സ്കെലട്ടൻ ആണ്. കാലിന് വലിയ ഉപയോഗമില്ല ഇപ്പോൾ. But then like all lizards are for their like what quadra pets, right? So അതാണ് കുഞ്ഞായിട്ട് കാലുണ്ട്, പക്ഷെ അതിന് യൂസ് ഇല്ല അവിടെ സ്റ്റേജിലുണ്ട്. ചില സ്പീഷീസ് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിനായിട്ട് ഉപയോഗിക്കും, അതല്ലാതെ ഇല്ല. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഇല്ലാതെ ബാക്കിൽ ഇപ്പോഴുണ്ട്. ഹൈൻലെൻസ് ഉണ്ട്, ഫോർലെൻസ് ഉണ്ട്. ഇത് വൈപ്പറാണല്ലേ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഇതിൻ്റെ കോബ്ര. എൻ്റെ അമ്മേ, കിങ് കോബ്ര ഇത്രയും നിയറായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. അജു അപ്പൂപ്പൻ മങ്കി. അയ്യോ, നല്ല ക്യൂട്ടായിരിക്കുന്നല്ലേ. അത് അപ്പൂപ്പൻ മങ്കിയാണ്. അപ്പൂപ്പനാ, ക്യൂട്ടല്ല. ക്യാമറയിൽ ആക്ച്വലി ഞങ്ങൾ ആ പോർഷനിലേക്ക് പോയത് വളരെ ആക്സിഡൻ്റലി ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വഴി അറിയില്ലായിരുന്നു. നടന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മങ്കി കേട്ടോ. ഇതിനെയൊക്കെ ഇങ്ങനെ കുട്ടികളുടെ കാർട്ടൂൺ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഡിസ്നി സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര എൻ്റെ ഫേസ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മങ്കി കേട്ടോ. മങ്കിയുടെ തന്നെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു വയസ്സൻ മങ്കീനെ പോലെയൊക്കെ ഇരിക്കണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടു, ഇത് ഭയങ്കര സർപ്രൈസായിട്ട് തോന്നിയത് കങ്കാരുവിന് കണ്ടു കേട്ടോ അവിടെ വെച്ച്. അത് ഭയങ്കര സർപ്രൈസായിപ്പോയി. ഞങ്ങളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാര്യം നമ്മൾ നേരത്തെ ബേർഡ് പാരഡൈസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞിരുന്നു കങ്കാരു ഉണ്ടാവുമോ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് അതിന് കാണാൻ പറ്റി. രണ്ടെണ്ണം ഉണ്ടല്ലേ? ഒരു അടി രണ്ടെണ്ണം ഉണ്ട്. അല്ലേ അല്ലേ? നോക്കി അനങ്ങാതെ കിടക്കുക. അത് കിടന്ന് എൻ്റെ മേത്ത് പുല്ല് പിടിച്ചില്ല, പച്ച പിടിച്ചു. അനങ്ങാതെ കിടന്ന് എൻ്റെ മേത്ത് പച്ച പിടിച്ചു. ഫൈനലി മിസ്റ്റർ ടൈഗർ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ആളെ മിസ്സായിരുന്നു. ഇപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങി. ആക്ച്വലി നല്ല മഴയുണ്ടായിരുന്നു, മേ ബി പുറത്തേക്ക് ഇറങ്ങി. ആ ഞങ്ങൾ രാത്രിയോടുകൂടി ഒരു നൈറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ഒരു ഷോ ഉണ്ടായിരുന്ന പോലെ തന്നെ
രാത്രിയിലുള്ളൊരു ഷോ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റ് സഫാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ നൈറ്റ് സഫാരിക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ നൈറ്റ് ഷോ ഉള്ളത് കേട്ടോ. അതും രാത്രിയിൽ ബേർഡ്സൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഇതൊക്കെയായിരുന്നു അതിൻ്റെ ആ ഷോയിലുണ്ടായിരുന്നത്. The binturong. Now folks, take a look at the binturong still. It is as long as its body. Now binturongs, they use this still. It's going to hang and show it to all of you, so get your cameras ready. Nanya, let's show everybody the free hand side tail. Wow, very nice. Thank you very much. Now you can go back home. Bye bye. Only 9 years old. Yes, okay, and also foxtrot, the kind of foxes, they can actually live up to 8 to 10 years in the wild and 12 to 13 years under human care. So as fast as he came, one last time, let's give it up to Foxtrot, the Fennec Fox, together with Rahana. Okay, now porcupines, they also enjoy burrowing during the day, and then it's continue discovering the wilds of life. My name is Halim. Thank you. And good night, everyone. നൈറ്റ് സഫാരിയിൽ നമുക്ക് രാത്രിയിൽ മൃഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പലതും ഇങ്ങനെ അനങ്ങാണ്ട് അവിടെ ഇരിക്കണം. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം, അനങ്ങാണ്ട് ചെന്ന് നോക്കണം ഇതെന്തായിരിക്കും. കാര്യം രാത്രി ആയത് കാരണം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് എവിടെയായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടു. അതേപോലെ തന്നെ ലയണിനെയും കണ്ടു രാത്രിയിൽ അതിങ്ങനെ ഇരിക്കുന്നതും സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നതൊക്കെ കേട്ടു. ഇച്ചിരി നല്ല സൗണ്ടിൽ അത് ഇത് ചെയ്യുന്നതും കേട്ടു. അങ്ങനെ കുറേ ഇത്. അതുപോലെ ഈ മുള്ളമ്പന്നി എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ കണ്ടിട്ട് അത് ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു. അതിനെയും രാത്രിയിലാണ് അത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഈ നൈറ്റ് സഫാരിയുടെ ഇടയ്ക്കാണ് അതും കണ്ടത്. സെൻസസ് വെച്ചിട്ടുള്ള ഇതാണ് പറഞ്ഞത്. സൈറ്റ് വെച്ചിട്ട് പിടിക്കുന്നതാണ് ഇത്. ബുഷ് ബേബി ഇത് സ്മെല്ല് വെച്ചിട്ട് സ്മെൽ Gila monster. It's a ടച്ച് ഇത് raccoon and a കിവി. Kiwi is a bird. It's a flightless bird. ഇയറിംഗ് ബീറ്റ് ഇയർഡ് ഫോക്സ്. Backward fox. നമ്മൾ അവിടെ കണ്ടല്ലേ. Jerboa and fennec fox. ഇതാണ് നമ്മൾ കണ്ടത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും It's an armadillo. ആക്ച്വലി ഞങ്ങളത് അവിടുന്ന് വന്ന ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി രാത്രി ലിറ്റിൽ ഇന്ത്യയുടെ പോർഷനിലേക്ക് പോയായിരുന്നു കേട്ടോ. അവിടെ ഇപ്പം ദീപാവലിയുടെ ദസറയുടെയൊക്കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ നിറച്ച് എന്താ പറയുക ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ രാത്രിയിൽ വന്ന് റോഡ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. ഭയങ്കര സിറ്റി ഭയങ്കര ക്ലീനാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ.
നമുക്കത് കാണാൻ പറ്റും രാത്രി വന്നിട്ട് ആ വണ്ടിയെ അത് ഒന്ന് റോഡ് ക്ലീൻ ചെയ്ത് പോകുന്നതാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമുക്ക് ഡേ 3 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.